നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. കരിമണ്ണൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. VD സതീശനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ഭയം മൂലമെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളന്തേശം ബ്ലോക്ക് പ്രവർത്തക യോഗം നടത്തി. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ അധ്യാപകർക്കും നിയമന അംഗീകാരം നൽകുക, നിഷേധിച്ച ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണവും ഉടൻ ലഭ്യമാക്കുക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിക്കുക, ദിവസവേതനക്കാരുടെ വേതനം തടയുന്ന സർക്കാരിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടത് സർക്കാർ നയങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പലപ്പോഴും അധികം സമരരംഗത്തേക്ക് വരാതെ അവരുടെ കർമ്മമണ്ഡലമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും ഒക്കെ മുൻനിർത്തി കൂടുതൽ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു മാതൃകയായി നിലകൊള്ളുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അധ്യാപകർ. പക്ഷെ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം ഏറ്റവും അധികം അവതരിക്കപ്പെടുന്നതും നമ്മുടെ ഈ അധ്യാപക വിഭാഗമാണ് എന്ന സത്യം നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ UDF-ന്റെ ഭരണകാലത്ത് കേരളത്തിലെമ്പാടും സമര കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് NGO യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അന്ന് അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തായിരുന്നു? ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെ കുറിച്ച് സമരം ചെയ്യുന്നതിന് പകരം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗമായി മാത്രം എന്തുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ഒരു സംഘടനയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK ആഡ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, ഭാരവാഹികളായ സജി മാത്യു, MV ജോർജ് കുട്ടി, സിനി ട്രീസ, രാജിമോൻ ഗോവിന്ദ്, CBK ജോർജ്, ദീപു ജോസ്, രതീഷ് VR, ലിജോമോൻ ജോർജ്, ബിജു ഐസക്, ജോസഫ് മാത്യു, രാജേഷ് ചൊവ്വര, റെജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. കരിമണ്ണൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിനി ആർട്ടിസ്റ്റ് അനുമോൾ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. കരിമണ്ണൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഇളന്തേശം ബ്ലോക്കിന് കീഴിലുള്ള സ്കൂളുകളിലെ +2-നും SSLC-ക്കും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മൊമന്റോ നൽകി ആദരിച്ചു. എല്ലാ കാര്യങ്ങളെയും നല്ല ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ നിങ്ങളിപ്പോൾ പരുവപ്പെട്ടിരിക്കുകയാണ്.
ആ ഒരു നിലയിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ചെറുതല്ലാത്ത ഒരു വലിയ നേട്ടമാണ് നിങ്ങളെല്ലാവരും കരസ്ഥമാക്കിയിരിക്കുന്നത്. എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. പലരും അതിനെ ആ ഒരു തരത്തിൽ വില കുറച്ച് കാണാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്ന ആളാണ്. ഇന്നത്തെ തലമുറ അവസരങ്ങൾ മുതലാക്കുന്നതിൽ, നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ മുൻ തലമുറയെ അപേക്ഷിച്ച് ഒരു പടി മുൻപിലാണ്. അപ്പോൾ ആ നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒരു അധ്യാപകൻ്റെ പോലും സഹായമില്ലാതെ പഠിക്കാൻ, ഒരു തിരിച്ചറിവിൻ്റെ തലത്തിലേക്ക് അതിനെയെല്ലാം കൊണ്ടുപോകാൻ ഇന്നത്തെ തലമുറയ്ക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് കുമാരി അനുമോൾ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ദിലീപ്, ജോർജ് AI, ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു തുടങ്ങിയവർ കുട്ടികളുമായി സംസാരിച്ചു. ഇന്ദു സുധാകരൻ, നൈസി ഡെനിൽ, ആൻസി സോജൻ, മാത്യു K. ജോൺ, KK രവി, ഡാനിമോൾ വർഗീസ്, ടെസിമോൾ മാത്യു, മിനി ആന്റണി, ആൻസി സിറിയക്, ആൽബർട്ട് ജോസ്, സിൻഡ ജോസഫ്, അജയ് AJ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. VD സതീശനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ഭയം മൂലമെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ള മൈക്രോ ഫിനാൻസ് കേസുകളിൽ നടപടി ഉണ്ടാകും. ഇത് ഭയന്നാണ് നിരന്തരമായി പ്രതിപക്ഷ നേതാവിനെയും ഇതര മതങ്ങളുടെ നേരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സതീശനെ പറ്റിയുള്ള ഈ പറച്ചില് ഇതിൽ 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭയം UDF എങ്ങാനും അധികാരത്തിൽ വരികയോ സതീശൻ അതിൻ്റെ മുൻനിരയിൽ അധികാരസ്ഥാനത്ത് എത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിനെതിരെ ഈ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കിടക്കുന്ന മൈക്രോ ഫൈനാൻസ് കേസുകൾ, അതിൽ VS അച്യുതാനന്ദൻ തുടക്കം കുറിച്ച കേസ് വരെയുണ്ട്. ആ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇത്ര കാലമായിട്ട് 2015-16 കാലം മുതൽ തുടങ്ങി വച്ചിരിക്കുന്ന കേസുകൾ, ആ കേസുകളിൽ ഒരെണ്ണത്തിൽ പോലും ശരിയായിട്ട് കുറ്റപത്രം കൊടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. അതിന് ഇവിടുത്തെ ഇന്നത്തെ ഭരണകൂടം കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷൻ്റെ ബലത്തിൽ ഈ കേസുകളെല്ലാം ഡീപ്പ് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കോടതികളിൽ നിന്ന് കയറി ഇറങ്ങിയിട്ടല്ല അദ്ദേഹത്തിന് വേറൊന്നിനും നേരം കാണുകയില്ല ഈ വയസ്സുകാലത്ത് എന്ന ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടെന്നുണ്ടെങ്കിൽ UDF ഭരണത്തിൽ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരാമർശങ്ങൾ. അതിനാണ് മലപ്പുറത്ത് പോയിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള വർത്തമാനം പറയുക. ഇവിടെ VD സതീശൻ അദ്ദേഹം ഈഴവ സമുദായത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇത്തരത്തിലുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം മറ്റൊരു 2 ലക്ഷ്യം കൂടിയുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെയാണ്. ഈ കഴിയുമെങ്കിൽ ഈഴവ സമുദായത്തിനിടയിൽ UDF മൈൻഡുള്ള മനുഷ്യന്മാരെ ഇത് ഈഴവ വിരോധം, ഈ നേതാക്കന്മാരുടെ UDFൻ്റെ ചില നേതാക്കന്മാരുടെ ഈഴവ വിരോധം പറഞ്ഞ് ഇവിടെ നിന്ന് തെറ്റിച്ച് പറ്റുമെങ്കിൽ ആ ഹിന്ദു വോട്ടർമാരെ, ഈഴവ വോട്ടർമാരെ BJPയുടെ ചാലിലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ സ്വന്തം മകൻ കൊണ്ടു നടക്കുന്ന പാർട്ടി BDJS പാർട്ടിയോ അതല്ലെങ്കിൽ BJPയിലേക്കോ ഇതിനെ തള്ളിവിടാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടി തന്ത്രപൂർവം അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പോൾ BDJSനും BJPക്കും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുതരം ട്രോജൻ കുതിരയുടെ നിയോഗമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മരത്തിപ്പാറ, ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KI ആന്റണി, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട്, നേതാക്കളായ അപ്പച്ചൻ ഓലിക്കരോട്ട്, മാത്യു വാരിക്കാട്ട്, C ജയകൃഷ്ണൻ, തങ്കച്ചൻ മരോട്ടിമൂട്ടിൽ,
അംബിക ഗോപാലകൃഷ്ണൻ തുടങ്ങി വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. യാതൊരു കാരണവുമില്ലാതെ, ഒരു നീതീകരണവുമില്ലാതെ ഇന്ത്യയിലെ മതേതരത്വം തകരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സഹായകരമായ നിലപാടുകൾ BJP ഭരിക്കുന്ന സർവ്വ സംസ്ഥാനങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം സമീപനങ്ങൾ അവസാനിപ്പിക്കണമെന്നും നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് അനുശാസിച്ച് നമുക്ക് തന്നിരിക്കുന്ന മതേതരത്വം പുലരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരം സമരപ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യയിൽ എവിടെയും അധിവസിക്കാനും ഏത് ഭാഷ സംസാരിക്കാനും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. BJP ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉടനീളം ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന്, ക്രൈസ്തവർക്ക് വളരെ തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ജനാധിപത്യ വിശ്വാസികളും സമാധാന പ്രേമികളും കാണുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിലും സാഹോദര്യത്തിലും സൗഹാർദ്ദത്തിലും അധിഷ്ഠിതമായ ക്രൈസ്തവ വിശ്വാസം, അത് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസമാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന വിശ്വാസ സംഹിതയാണ് എന്നുള്ള കാര്യം നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂട്ടാളികളും തീവ്ര ഹിന്ദുത്വവാദികളും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് പറയുവാൻ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുകയാണ്. അറക്കുളം പഞ്ചായത്ത് വനിതാ മെമ്പർമാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തി. പുത്തേട്, കണ്ണിക്കൽ, ചാത്തൻപാറ, കാഞ്ഞാർ, പുള്ളിക്കാനം റോഡിന്റെ വശങ്ങളിൽ ബാരിക്കേഡുകൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് ഉപരോധം നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെയുള്ള കൊക്കയിൽ വീണ് 2 ആളുകളാണ് മരിച്ചതെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. അറക്കുളം പഞ്ചായത്തിലെ കോൺഗ്രസ് ഐ വനിതാ മെമ്പർമാരായ ഉഷ ഗോപിനാഥ്, ഓമന ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. കാഞ്ഞാർ SI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അറക്കുളം പഞ്ചായത്ത് വനിതാ മെമ്പർമാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. പുത്തേട്, കണ്ണിക്കൽ, ചാത്തൻപാറ, കാഞ്ഞാർ, പുള്ളിക്കാനം റോഡിന്റെ വശങ്ങളിൽ അഗാധമായ കൊക്കയിൽ കാൽ വഴുതി വീണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആളുകളാണ് മരിച്ചത്. റോഡിന്റെ സൈഡിൽ സംരക്ഷണ ബാരിക്കേഡ് ഇല്ലാത്തതാണ് അപകടത്തിന് കാരണം. അടിയന്തരമായി ഈ റോഡിൽ സുരക്ഷയ്ക്കാവശ്യമായ ബാരിക്കേഡുകൾ നിർമ്മിച്ച് നൂറുകണക്കിന് വിനോദസഞ്ചാരികളുടെ ജീവന് സുരക്ഷിതത്വം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധം നടത്തിയത്. അറക്കുളം പഞ്ചായത്തിലെ കോൺഗ്രസ് ഐ വനിതാ മെമ്പർമാരായ ഉഷ ഗോപിനാഥ്, ഓമന ജോൺസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ളത് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. തുടർന്ന് കാഞ്ഞാർ SI ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. KPCC അംഗം അഡ്വക്കേറ്റ് ജോയ് തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇമ്മാനുവൽ സൈമൺ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിബിൻ ഇട്ടിക്കൻ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലിക്കൻ, മണ്ഡലം സെക്രട്ടറി സണ്ണി തള്ളിപ്പറമ്പിൽ, സിബി നെല്ലിക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. അറക്കുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ PWDയുടെ ഭാഗത്തു നിന്നോ അവിടെ ഒരു സംരക്ഷണ വേലി നിർമ്മിക്കുന്നതിനോ ആളുകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനോ വേണ്ട നടപടികളോ കാര്യങ്ങളോ ഇതിൽ എടുക്കുന്നില്ല. എന്നാൽ ഇതിൽ അടിയന്തരമായ നടപടി ഉണ്ടാകണമെന്നും ഇതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് കോൺഗ്രസ് ഇതിനോടകം പറയുകയാണ്.
ഇതിന് അധികാരികൾ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഇതിൽ ശക്തമായ സമരങ്ങളും ആയിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. ജൂലൈ 29 തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം വനിതാ കൺവെൻഷൻ തൊടുപുഴ NGO യൂണിയൻ ഓഫീസിൽ നടത്തി. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ഏരിയ വനിതാ കൺവീനർ KT ഹസീന അധ്യക്ഷത വഹിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, PFRDA നിയമം പിൻവലിക്കുക, NPS UPS പിൻവലിച്ച പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ 29 മാർച്ചും ധർണയും നടത്തുന്നത്. സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം വനിതാ കൺവെൻഷൻ തൊടുപുഴ NGO യൂണിയൻ ഓഫീസിൽ നടത്തി. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബിന്ദു ഉദ്ഘാടനം ചെയ്തു. 2004 ജനുവരി 1 മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമാക്കി. അതിനെ തുടർന്ന് മാറി വന്ന ഗവൺമെന്റുകൾ, ഈ NDA ഗവൺമെന്റിന് ശേഷം ഒന്നാം UPA ഗവൺമെന്റും പിന്നീട് രണ്ടാമത് വന്ന UPA ഗവൺമെന്റും, ഒന്നാം UPA ഗവൺമെന്റ് ഇത് നിയമമാക്കാനായിട്ട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇതിന് നിയമപ്രാബല്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചെങ്കിലും അന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് സാധിച്ചില്ല. പക്ഷെ രണ്ടാമത് വന്ന UPA സർക്കാർ PFRDA നിയമത്തിന്റെ പ്രാബല്യത്തോടെ രാജ്യത്തെങ്ങും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതും എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് കാണുന്ന വലതുപക്ഷ നയത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഈ മാറി വന്ന NDA UPA ഗവൺമെന്റുകൾ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലടക്കം 2013 നമ്മുടെ ഈസ്റ്റ് ഏരിയ വനിതാ കൺവീനർ KT ഹസീന അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ഏരിയ വൈസ് പ്രസിഡന്റ് ആശ MU നന്ദിയും പറഞ്ഞു. തൊടുപുഴയിൽ നടക്കുന്ന മേഖലാ മാർച്ചിൽ 1000 വനിതകളെ പങ്കെടുപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഭീഷണിയായി ഇല്ലിക്കൂട്ടം. വണ്ണപ്പുറം ടാക്സി സ്റ്റാൻഡിൽ വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഭീഷണിയായി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായി. 40ഓളം ഡ്രൈവർമാരും വാഹനങ്ങളും കൂടാതെ വർക്ക്ഷോപ്പും സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഇവിടെ കനത്ത മഴയിൽ ഇല്ലിയുടെ ചുവട്ടിലെ മണ്ണൊഴുകിപ്പോയി ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. വണ്ണപ്പുറം ടാക്സി സ്റ്റാൻഡിൽ വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഭീഷണിയായി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം. കനത്ത മഴയിൽ ഇവയുടെ ചുവട്ടിലെ മണ്ണൊഴുകിപ്പോയി ഏത് നിമിഷവും നിലമ്പത്താവുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്ന് ഡ്രൈവർമാർ പറഞ്ഞു. അതിൻ്റെ ചൂടെല്ലാം പറഞ്ഞു. ഷെഡുണ്ട്, വർക്ക്ഷോപ്പുണ്ട്, ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിനെല്ലാം മേളിലേക്ക് ചാടുകയുള്ളൂ. അതിനു മുമ്പ് അതിന് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. വണ്ണപ്പുറം ടാക്സി സ്റ്റാൻഡിൽ 40ഓളം വാഹനങ്ങൾ എപ്പോഴും പാർക്ക് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യണം. അതിന് തടസ്സമായിട്ട് ഒരു ഇല്ലി, മതിയായ ഒരു തുറു, അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഷെഡിൻ്റെ ടാക്സി സ്റ്റാൻഡിൻ്റെ ഷെഡിൻ്റെ മുകളിലേക്കും മറ്റുള്ള വർക്ക്ഷോപ്പിൻ്റെ ഷെഡിൻ്റെ മുകളിലേക്കും ചാടുവാൻ 100% സാധ്യതയുടെ ഇല്ലിൻ്റെ ചോട് പെടന്നു കിടക്കുകയാണ്. അത് അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അപകടം ഉണ്ടായിട്ട് പിന്നെ ഒരു അപകടം ഉണ്ടായിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെയും വില്ലേജിൻ്റെയും അധികാരികൾ വന്നത് മുറിച്ചു മാറ്റുകയാണ് ഏറ്റവും നല്ലത്. 40ഓളം ഡ്രൈവർമാരും വാഹനങ്ങളും കൂടാതെ വർക്ക്ഷോപ്പും സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടത്തി. വണ്ണപ്പുറം മഞ്ഞക്കുന്നിൽ ക്ലൗഡ്സ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി വണ്ണപ്പുറത്തെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം ഇന്റർനാഷണൽ 2025-2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ അംഗത്വ വിതരണവും കുടുംബ സംഗമവും നടത്തി. വണ്ണപ്പുറം മഞ്ഞക്കുന്നേൽ ക്ലൗഡ്സ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ചടങ്ങിന്റെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നിർവഹിച്ചു. റേഡിയോയും ടെലിവിഷനും പേജറും മൊബൈൽ ഫോണും കഴിഞ്ഞ് ഇന്ന് പുതിയ യുഗത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളുമായിട്ടാണ് ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ജീവിക്കുന്നത് മെറ്റാവേഴ്സിൻ്റെയും വെർച്വൽ റിയാലിറ്റിയുടെയും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെയും ഒക്കെ ഒരു വലിയ ലോകത്താണ്.
ഇന്നത്തെ ഏറ്റവും കൂടുതൽ US-ലുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. കാരണം ആ ടെക്നോളജി യൂസ് ചെയ്താൽ ഒരിക്കലും അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ടാകില്ല എന്നൊരു കണ്ടെത്തലാണ്. റോബോട്ടിക് സർജറി ഇന്ന് ഹോസ്പിറ്റൽസ് നടത്തുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സഹായത്തോടെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ ഫോറക്സ് മാർക്കറ്റ് ഉൾപ്പെടെ ഇതൊക്കെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഏറ്റവും കൂടുതൽ AI ടെക്നോളജിയിലൂടെയാണ്. ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, മാറ്റം എന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നും നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ഫാമിലിയും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയാൽ മാത്രമാണ് നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ സൊസൈറ്റിയിലും ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വലിയ ഒരു സത്യം ഞാൻ നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോബി ജോർജ് എടത്തടത്തിൽ പ്രസിഡന്റായും അഡ്വക്കേറ്റ് സജിത് തോമസ് സെക്രട്ടറിയായും സജി എം ജോർജ് ട്രഷററായും ബാബു KK, അനീഷ് PS എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ജോമി ജോർജ്, ജോയി ജെയിംസ്, ജോഷി NN, റോബിൻ ജെയിംസ്, അഡ്വക്കേറ്റ് മനേഷ് കുമാർ എന്നിവർ ഒഫീഷ്യലായുമുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. കാളിയാർ സെന്റ് മേരി സ്കൂളിലേക്ക് നാപ്കിൻ ഇൻസുലേറ്റർ മെഷീൻ നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ലിജോ മറ്റത്തിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് സജിത് തോമസ് സ്വാഗതവും ജോയി ജെയിംസ് റിപ്പോർട്ടും, ഡോക്ടർ മഞ്ജു സജിത്ത്, ടിൻഡു അനീഷ് ആമുഖാവതരണവും, റീജിയണൽ ചെയർപേഴ്സൺ ഡോക്ടർ ബിനോയ് ഭാസ്കരൻ, സോൺ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാജീവ് ഭാസ്കർ എന്നിവർ ആശംസയും ജൂലി ബാബു കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും വിശിഷ്ടാതിഥികൾക്കും ഭാരവാഹികൾക്കും ആദരവും ഒരുക്കി. അവരെ പുതിയ കമ്പളിക്കണ്ടം ഒറമടംപടി കളരിക്കുന്ന് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി. പല ഘട്ടങ്ങളിലായി MLA ഫണ്ട് ഉൾപ്പെടെ 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പണികൾ പൂർത്തീകരിച്ചത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP മിൽക റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കമ്പളിക്കണ്ടം ഒറമടംപടി കളരിക്കുന്ന് 2 കിലോമീറ്ററോളം റോഡിന്റെ പണികളാണ് പൂർത്തീകരിച്ചത്. MLA റോഷി അഗസ്റ്റിൻ അനുവദിച്ചു നൽകിയ ഫണ്ടും കൊന്നത്തടി പഞ്ചായത്തിലെ 14, 15 വാർഡ് പ്രതിനിധികളും സംയുക്തമായി പഞ്ചായത്ത് ഫണ്ടും അനുവദിച്ചാണ് റോഡിന്റെ ടാറിംഗ്, കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ചത്. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായ കമ്പളിക്കണ്ടം മുതലുള്ള റോഡിന്റെ പണി പൂർത്തീകരിച്ചത്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP മിൽക റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ എല്ലാവരും 3ാമത്തെ പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സന്തോഷത്തോടെ പോകാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിലാണ്. വാർഡിലെ മിക്കവാറും എല്ലാ റോഡുകളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ലഭിക്കുന്ന വിഹിതം 10% നമുക്ക് ഉപയോഗിക്കാനുള്ളതെങ്കിൽ പോലും നമുക്ക് റോഡിന് ഉപയോഗിക്കാൻ നിയമമുള്ളൂ. പക്ഷേ എങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട കളക്ടറൊക്കെ കണ്ടു പറഞ്ഞ് നമ്മുടെ ജില്ലയുടെ ആവറേജ് 10% എടുക്കണമെന്നുള്ളൊരു വ്യവസ്ഥയാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ചില പഞ്ചായത്തുകളിൽ റോഡ് നടക്കുന്നില്ല. മൂന്നാറിൽ അതുപോലെ തോട്ടം മേഖലകളിലൊന്നും റോഡ് നിർമ്മിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ ജില്ലയിലെ NRGയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ 10% നോക്കുമ്പോൾ പല പഞ്ചായത്തിലും ചെലവഴിക്കാതെ പോകുന്ന ഫണ്ട് നമ്മൾ വാങ്ങിയാണ്. കമ്പളിക്കണ്ടം കളരിക്കുന്നിൽ ഈറക്കുഴ വസതിയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം നടപ്പാക്കിയ ജനപ്രതിനിധികളെ നാട്ടുകാർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. എൽദോസ് TV, ജെസ്സി തോമസ്, ഷൈല വർഗീസ്, രേണുക ഷാജി, തോമസ് ഈറക്കുഴ, ജിൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീട് അപകടാവസ്ഥയിൽ. വാഴത്തോപ്പ് പഞ്ചായത്തിൽ പാറേമാവ് 10 ഏക്കർ പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ 10ാം വാർഡിൽ താമസിക്കുന്ന പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ സംരക്ഷണ ഭിത്തിയുടെ കുറച്ച് ഭാഗം ഇടിഞ്ഞിരുന്നു. അന്ന് വീടിന്റെ അപകടാവസ്ഥ കാണിച്ച് സുനിൽകുമാർ വില്ലേജ് ഓഫീസ്, തദ്ദേശ ഭരണ വകുപ്പ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായി. കഴിഞ്ഞ വർഷം ഇടിഞ്ഞു പോയത് കെട്ടാണ്. അത് ഈ വർഷം വന്ന് ഇവിടെ മാന്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ബാക്കിയോടെ ഇടിഞ്ഞു പോയി. വീട് ഭീഷണിയിൽ നിൽക്കുകയാണ്.
പഞ്ചായത്തിലും ജില്ലയിലും താലൂക്കിലും പരാതി കൊടുത്തു. എന്നിട്ടും തന്നെ കെട്ടിക്കോളാനാണ് പറയുന്നത്. വീടിൻ്റെ സംരക്ഷണ ഭിത്തി ആണ് ഇടിഞ്ഞു പോയേക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒന്ന് ഇടപെടണം, ചെയ്തു തരണമെന്ന് താഴ്മയായി പറയുന്നു. വീടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ 4 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിനും അപ്പുറമാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എക്സോൺ മൊബൈൽസിന്റെ പുതിയ ഷോറൂം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഇടുക്കി റോഡിൽ കുളിരാങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴയ വുഡ്ലാൻഡ്സ് ഹോട്ടൽ ബിൽഡിംഗിൽ ആരംഭിച്ച എക്സോൺ മൊബൈൽസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. എക്സോൺ മൊബൈൽസിന്റെ പുതിയ ഷോറൂം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ ഇടുക്കി റോഡിൽ കുളിരാങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പഴയ വുഡ്ലാൻഡ്സ് ഹോട്ടൽ ബിൽഡിംഗിൽ ആരംഭിച്ച എക്സോൺ മൊബൈൽസിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തറണിയിൽ, ജനറൽ സെക്രട്ടറി സി കെ നവാസ്, മേഖലാ വൈസ് പ്രസിഡന്റ് സൽജൻ തോമസ്, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി എം സുബൈർ, സർഗം ഷെരീഫ്, എം കൃഷ്ണൻ, സാബു നെയ്ശ്ശേരി തുടങ്ങി നിരവധി ആളുകൾ സന്നിഹിതരായിരുന്നു. എക്സോൺ മൊബൈൽസിന്റെ രണ്ടാമത് ഷോറൂമാണിത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി മൊബൈൽ സർവീസ് രംഗത്ത് എക്സോൺ മൊബൈൽസ് പ്രവർത്തിച്ചു വരുന്നു. മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും സർവീസ് ചെയ്തു വരുന്നു. അതിനൂതന സ്മാർട്ട് ഫോൺ സർവീസിംഗ് കുറഞ്ഞ സമയത്തിനുള്ളിലും കുറഞ്ഞ ചെലവിലും ചെയ്തു കൊടുക്കും. 45 മിനിറ്റിനുള്ളിൽ ഡിസ്പ്ലേ മാറാതെ കുറഞ്ഞ വിലയിൽ ടച്ച് ഗ്ലാസ് മാറുവാനും സൗകര്യമുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ ജയേഷ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളന്തേശം ബ്ലോക്ക് പ്രവർത്തക യോഗം നടത്തി. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. KSSPU ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ശശിധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തക യോഗം തൊടുപുഴ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 12-ന് ബ്ലോക്ക് തലത്തിൽ വണ്ണപ്പുറത്ത് വെച്ച് മാർച്ചും ധർണയും നടത്തുന്നതിന് യോഗം തീരുമാനമെടുത്തു. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. KSSPU ഇളംദേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ശശിധരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് VV ഫിലിപ്പ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NA ജെയിംസ്, NR നാരായണൻ, ജില്ലാ കൗൺസിൽ അംഗം MJ ലില്ലി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ചാൾസ് എഡ്വിൻ ലഹരി വിരുദ്ധ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെല്ലാവരും പലപ്പോഴും ന്യൂ ജനറേഷൻ പറഞ്ഞ കുട്ടികളിലേക്ക് നമ്മൾ ചാലുവെങ്കിലും അതിന്റെ ഒരു മെജോറിറ്റി പോർഷൻ വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ കാലത്തെ പേരന്റിങ്ങിലേക്കാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ ആയിരിക്കാം, അല്ലേ? നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കില്ല.
പക്ഷേ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി കൊച്ചിയിൽ 12 വയസ്സുള്ള ഒരു പയ്യൻ MDMA എന്ന് പറയുന്ന രാസലഹരിക്ക് അടിമയാകും. 12 വയസ്സുള്ള പയ്യൻ. ആ സമൂഹത്തിലെ കുറേ ചെറുപ്പക്കാർ ഈ പയ്യന് അതിനടിമയാക്കി. എന്നിട്ട് ഈ 12 വയസ്സുള്ള പയ്യൻ 10 വയസ്സുള്ള സ്വന്തം കുഞ്ഞ് സഹോദരിക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തടഞ്ഞ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഈ പയ്യനെ DH സെന്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ മാതാപിതാക്കളുടെ ചെവിക്കലിൽ അല്ലെങ്കിൽ മുഖത്തിൽ അടിക്കുന്ന 12 വയസ്സുള്ള പയ്യൻ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി എറണാകുളത്ത് നടന്ന സംഭവമാണ്. ബ്ലോക്ക് കൗൺസിൽ അംഗം ഷക്കീല TM ലഹരി വിരുദ്ധ ബോധവൽക്കരണ ഗാനം ആലപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് യോഗം ആദരാഞ്ജലി അർപ്പിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം S രാജീവ് സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ TK ശിവപ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. കരിമണ്ണൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു. VD സതീശനെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ ഭയം മൂലമെന്ന് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളന്തേശം ബ്ലോക്ക് പ്രവർത്തക യോഗം നടത്തി. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.